ആധുനിക ലോകത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ പ്രത്യാശയുടെ സന്ദേശമാണ് അവിടുത്തെ ദൈവകരുണ. 20-ാം നൂറ്റാണ്ടിൽ പോളണ്ടിലെ ഒരു സാധാരണ കന്യാസ്ത്രീയായിരുന്ന വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ യേശുക്രിസ്തു ലോകത്തിന് നൽകിയ ഈ 17 പ്രധാന വെളിപ്പെടുത്തലുകൾ ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. പാപത്തിന്റെ ഇരുളിൽ കഴിയുന്ന ആത്മാക്കൾക്ക് അഭയമായും നിരാശയിൽ കഴിയുന്നവർക്ക് പ്രകാശമായും മാറിയ ഈ സന്ദേശങ്ങൾ യേശുവെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന ലളിതമായ പ്രാർത്ഥനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് മാറ്റിമറിച്ചത്. ലോകം മുഴുവൻ തന്റെ കാരുണ്യത്തിലേക്ക് തിരിയണമെന്നും തന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണെന്നും യേശു വിശുദ്ധയ്ക്ക് വെളിപ്പെടുത്തി. ഭയത്തിനു പകരം വിശ്വാസവും ശിക്ഷയ്ക്ക് പകരം കരുണയും വാഗ്ദാനം ചെയ്യുന്ന ഈശോയുടെ ആ 17 വെളിപ്പെടുത്തലുകൾ ഇവയാണ്. ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച കാരുണ്യത്തിന്റെ തിരുനാളായി ആഘോഷിക്കണമെന്ന് യേശു ആവശ്യപ്പെട്ടു. അന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് പാപങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. എത്ര വലിയ പാപിയാണെങ്കിലും തന്റെ കാരുണ്യത്തിൽ അഭയം തേടുന്നവരെ താൻ കൈവിടില്ലെന്നും അവർക്ക് തന്റെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടെന്നും യേശു വെളിപ്പെടുത്തി. യേശുവെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന വാചകം രേഖപ്പെടുത്തിയ തന്റെ രൂപം വരയ്ക്കാനും അത് വണങ്ങാനും യേശു ആവശ്യപ്പെട്ടു. ഈ ചിത്രം വണങ്ങുന്ന ആത്മാക്കൾ നശിച്ചു പോകില്ലെന്ന് അവിടുന്ന് ഉറപ്പു നൽകി. കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് മരണസമയത്ത് വലിയ കൃപകൾ ലഭിക്കും. കഠിന ഹൃദയരായ പാപികൾ പോലും ഇതൊരിക്കൽ ചൊല്ലിയാൽ അവർക്ക് തന്റെ അനന്തമായ കാരുണ്യം ലഭിക്കുമെന്ന് യേശു പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തന്റെ പീഡാനുഭവങ്ങളെ ഓർക്കണമെന്നും ആ സമയത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ തന്റെ കാരുണ്യത്തിന് വിരുദ്ധമല്ലെങ്കിൽ സാധിച്ചു തരുമെന്നും യേശു വാഗ്ദാനം ചെയ്തു. ദൈവകരുണ എന്നത് ആത്മാക്കൾക്കുള്ള അവസാനത്തെ അഭയമാണെന്നും അത് ലോകത്തിന് നൽകപ്പെട്ട വലിയൊരു നിധിയാണെന്നും യേശു വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞു. തന്റെ കാരുണ്യത്തിൽ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം കൃപകൾ ആത്മാക്കൾക്ക് ലഭിക്കും. അവിശ്വാസമാണ് തന്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതെന്നും യേശു വെളിപ്പെടുത്തി. മരിക്കാറായവർക്ക് വേണ്ടി കരുണയുടെ കൊന്ത ചൊല്ലുമ്പോൾ താൻ അവർക്കും പിതാവിനും ദൈവത്തിനും ഇടയിൽ ഒരു നീതിപാലകനായല്ല, മറിച്ച് കാരുണ്യവാനായ രക്ഷകനായാണ് നിലകൊള്ളുന്നത്. ദൈവത്തിന്റെ കാരുണ്യം സ്വീകരിക്കുന്നവർ മറ്റുള്ളവരോടും കരുണ കാണിക്കണം. പ്രവൃത്തിയിലൂടെയോ വാക്കിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കണം. വിശുദ്ധ കുർബാനയിൽ താൻ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്നുവെന്നും ആത്മാക്കൾക്ക് തന്റെ കാരുണ്യം പകർന്നു നൽകാൻ താൻ അവിടുത്തെ കാത്തിരിക്കുന്നുവെന്നും യേശു വെളിപ്പെടുത്തി. ആത്മാക്കൾ എത്രത്തോളം പാപികളാണോ അത്രത്തോളം അധികം അവർക്ക് തന്റെ കാരുണ്യത്തിന് അവകാശമുണ്ടെന്ന് യേശു പറഞ്ഞു. ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർത്ത് ആരും ഭയപ്പെടേണ്ടതില്ല, മറിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ അവിടുത്തെ അടുത്തേക്ക് വരികയാണ് വേണ്ടത്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജന്മനാടായ പോളണ്ടിനോട് തനിക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്നും അവിടെ നിന്ന് തന്റെ 2ാം വരവിനായി ലോകത്തെ ഒരുക്കുന്ന ഒരു തീപ്പൊരി ഉദിക്കുമെന്നും യേശു അന്ന് വെളിപ്പെടുത്തി. മനുഷ്യരാശി തന്റെ കാരുണ്യത്തിലേക്ക് തിരിയുന്നതുവരെ ലോകത്തിന് സമാധാനം ലഭിക്കില്ലെന്ന് യേശു വ്യക്തമാക്കി. ലോകം മുഴുവനോടും തന്റെ കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ദൈവകാരുണ്യത്തിന്റെ അപ്പസ്തോലകയായി വിശുദ്ധ ഫൗസ്റ്റീനയെ നിയോഗിച്ചു. തന്റെ കാരുണ്യവും അളക്കാൻ കഴിയാത്തതാണെന്നും പ്രപഞ്ചത്തിലെ എല്ലാ പാപങ്ങളും ഒരുമിച്ച് ചേർത്താലും അത് തന്റെ കാരുണ്യക്കടലിലെ ഒരു തുള്ളി മാത്രമാണെന്നും യേശു അന്ന് വെളിപ്പെടുത്തി. ഒരാത്മാവും നശിച്ചു പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും എല്ലാവരും തന്റെ കാരുണ്യത്തിന്റെ തണലിൽ വരണമെന്നുമാണ് യേശുവിന്റെ ആഗ്രഹം. നമ്മൾ ഇതുവരെ കേട്ടതുപോലെ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ യേശുക്രിസ്തു ലോകത്തിന് നൽകിയ ഈ 17 വെളിപ്പെടുത്തലുകൾ വെറും വാക്കുകളല്ല, മറിച്ച് ഓരോ ആത്മാവിനും നൽകപ്പെട്ടിട്ടുള്ള വലിയൊരു വാഗ്ദാനമാണ്. പാപത്തിന്റെ ഭാരത്താൽ തളർന്നു പോകുന്നവർക്കും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കും മരണത്തിന്റെ വക്കിൽ നിൽക്കുന്നവർക്കും മുന്നിൽ തുറക്കപ്പെട്ട കാരുണ്യത്തിന്റെ വലിയൊരു വാതിലാണിത്. വിശുദ്ധ ഫൗസ്റ്റീന തന്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സന്ദേശങ്ങൾ ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുമ്പോൾ ഈശോയുടെ കരുണയുടെ തിരുനാളിനായി നമുക്കൊരുങ്ങാം.